കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാൻ ജി സുധാകരൻ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമ ശതാബ്ദി ആഘോഷത്തിലെ സെമിനാറിലാണ് പങ്കെടുക്കുന്നത്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ബിനിൽ, എവിടെ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്? CPM സംസ്ഥാന സമ്മേളനത്തിലേക്ക് ജി സുധാകരനെ ക്ഷണിച്ചില്ല എന്നുള്ള വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. അദ്ദേഹം പാർട്ടി നേതൃത്വത്തിനെതിരായ അഭിപ്രായങ്ങൾ പലപ്പോഴും പരസ്യമാക്കുന്ന സമയം കൂടിയാണ് ഇത്. അപ്പോഴാണ് KPCC സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുന്നത്. ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഈ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നാളെ വൈകിട്ട് 4:30 ഈ പരിപാടി മ്യൂസിയം ജംഗ്ഷനിലുള്ള സത്യൻ സ്മാരക ഹാളിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി ശ്രീനാരായണ ഗുരുവിനെ മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തി കണ്ടിരുന്നു. അത് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൻ്റെ ശതാബ്ദി ആഘോഷമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു സെമിനാർ കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ആ സെമിനാർ ഇതാണ്: മൊഴിയും വഴിയും ആശയസാഗര സംഗമം എന്ന പേരിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ആ സെമിനാറിലേക്കാണ് ജി സുധാകരനെ ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹം പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, CPM-യുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ ജി സുധാകരനുള്ളത്. പാർട്ടി സമ്മേളനം കഴിഞ്ഞതേ ഉള്ളൂ. പാർട്ടി സമ്മേളനത്തിൽ പ്രായപരിധി ഉണ്ടായിരുന്നു. പ്രായപരിധി മറച്ചുവെച്ച് പലരും സംസ്ഥാന കമ്മിറ്റി തുടരുന്നു എന്ന വിമർശനം അദ്ദേഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ സമ്മേളനത്തോടു കൂടി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം, അതായത് താഴെ ഘടകത്തിലേക്ക് ഒഴിഞ്ഞതിന് ശേഷം വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. SFIയുടെ ആക്രമണവുമായി സംബന്ധിച്ച് അതിൽ അദ്ദേഹം വിമർശനം നടത്തി. അങ്ങനെ പാർട്ടിയുമായി നല്ല ബന്ധത്തിലല്ല ഉള്ളത്. മാത്രമല്ല, പാർട്ടി പരിപാടികളിൽ അത്ര സജീവമായി അദ്ദേഹം പങ്കെടുക്കാറുമില്ല. ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് ക്ഷണിച്ച ഒരു പരിപാടിയിലേക്ക് അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. എന്തായാലും ഈ പരിപാടി നടക്കുന്നത് KPCC-യിലല്ല. KPCC സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. പുറത്ത് ഒരു ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. പക്ഷേ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവാണ്. അവിടെ സെമിനാറിൽ വിഷയാവതരണം നടത്തുന്നത് രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർക്കൊപ്പമാണ് ജി സുധാകരൻ വേദി പങ്കിടുക എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും CPI നേതാവ് C ദിവാകരനെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ദിവാകരനും പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ലക്ഷ്മി, ഏതായാലും KPCC സംഘടിപ്പിക്കുന്ന ഒരു സെമിനാറിലാണ് ജി സുധാകരൻ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അത് അത്തരത്തിൽ ഒരുപക്ഷെ വിവാദമാകുവാൻ ഇടയില്ല. എങ്കിൽ പോലും പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും CPM സംസ്ഥാന സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതിരിക്കുമ്പോൾ, അതിൽ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വാർത്തകൾ. എന്തായാലും അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ പ്രത്യേകത. ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യവും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നത് ഒരു പാർട്ടി വിരുദ്ധമായ നടപടിയൊന്നുമല്ല. പക്ഷേ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ ഇരിക്കുമ്പോൾ KPCC സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിലെ കൗതുകവും വാർത്തയും. ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.